ക്ലിഫ്സ് ഓഫ് മോഹർ. അയർലൻഡിൽ താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ഡെസ്റ്റിനേഷനിൽ പോയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണിത്. അപ്പനും അമ്മയും അയർലൻഡിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് പോയില്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും. ഈവൻ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. ഇതിപ്പോൾ ഒരു വ്യൂ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കൗണ്ടി മയോ ആണെന്ന് തോന്നുന്നു, അവിടുത്തെ ഫുള്ള് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ക്ലിഫ്സ് ഓഫ് മോഹർ എത്തിയപ്പോഴത്തേന് ഉച്ചയായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പപ്പായ്ക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനും അമ്മയും മാത്രമാണ് ക്ലിഫ്സിലേക്ക് നടന്നത്. അത് ഭയങ്കര നല്ലൊരു സണ്ണി ഡേ ആയത് കാരണം നമുക്ക് നടക്കാനൊക്കെ നല്ല ഉഷാറായിരുന്നു. ഞാനും അമ്മയും അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നതാണ് ക്ലിഫ്സ്. നമുക്ക് ഗോൾവേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2-2.5 മണിക്കൂർ ദൂരമുണ്ട് ക്ലിഫ്സിലേക്ക്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം അത്രയും സഞ്ചരിച്ച ആൾക്കാർ വരുന്നത്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമ്മറും കൂടെ ആണല്ലോ, അപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ ആൾക്കാരായിട്ട്. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. ചെറിയൊരു തണുത്ത കാറ്റും പിന്നെ ഈ ഒരു വ്യൂവും ചെറിയൊരു കോട പോലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും കിട്ടിയപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി ശരിക്കും അവിടെ ചെന്നപ്പോൾ. ഞാനും അമ്മയും അവിടെ ഒരു പടവുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിലേക്കൂടെയൊക്കെ മേളിലേക്ക് നമുക്ക് നടന്ന് ഫുള്ള് ക്ലിഫ്സിൻ്റെ ആ ഒരു മൊത്തം സൗന്ദര്യവും നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം. അങ്ങനെയാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഐറിഷ് ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഇതിനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു ടൂറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് അവരിത് മൊത്തം ആ ഒരു ഏരിയ ഫുള്ളും അവർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 12 യൂറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒരാൾക്ക് ഇവിടെ വരുന്നത് നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അമ്മയും അങ്ങനെ ആ പടികളിലൂടെ മേളിലൂടെ താഴോട്ടും ഇങ്ങനെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഒരാളെ കൊണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയും എടുപ്പിച്ചു. കുറേയേറെ മലയാളികളെ കണ്ടു ഞങ്ങൾ അവിടെ പോയ സമയത്ത്. അമ്മ ആദ്യമേ അയർലൻഡിൽ വന്ന് ഇപ്പം ഈ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ പോകുന്നത്. എനിക്ക് ഇവിടെ അയർലൻഡിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പോസിറ്റീവ് എന്ന് തോന്നിയത്, നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും ഇവർ. പിന്നെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ യൂറോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഇവളീ നാട്ടിൽ കടന്നിട്ട് പോയതല്ലേ യൂറോപ്പിലേക്ക്, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ കൾച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുന്നത് അങ്ങ് ഇഴുകി ചേരുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ നാട്ടിലെ കൾച്ചർ ഇവിടെ വന്ന് അതേ കൾച്ചർ തന്നെ കാണിക്കുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. ലൈക്ക് നമ്മളിപ്പോൾ കുറേ ആൾക്കാരെ ഇപ്പോൾ നമ്മൾ കാണുന്നു, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും പറയാറുണ്ട്, എന്തായാലും ഇവള് നാട്ടിൽ നിന്നല്ലേ അങ്ങോട്ട് പോയത്. അങ്ങനെ നാട്ടിൽ നിന്ന് പോയാലും എവിടെ നിന്ന് വന്നതാണെങ്കിലും നമ്മൾ നല്ല ഒരു കാര്യം കാണുമ്പോൾ അത് നല്ലതെന്ന് തന്നെ പറയുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഇവിടുത്തെ ആളുകൾ പുറമേ ഒന്ന് കാണിക്കും, അകത്ത് വേറെ ഒന്ന് കാണിക്കും. അങ്ങനെ പുറമേ എന്ത് കാണിച്ചാലും നമുക്ക് അവരുടെ അത് അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മുന്നിൽ അവരെന്ത് കാണിക്കുന്നു അതാണ് നമുക്ക് അവർ തരുന്ന റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അവരുടെ വ്യക്തിത്വം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു 2-2:30-3 മണിയൊക്കെ ആയി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും തിരിച്ചു വരുന്ന വഴികളാണെങ്കിലും നല്ല ഭംഗിയുള്ള വഴികളായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ചൂടിൻ്റെ പാരമ്യത വല്ലാതെ കൂടി. നമ്മൾ ശരിക്കും ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അവിടെ വളവും പൊളവുമുള്ള റോഡുകൾ കണ്ടപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന അവിടെ സ്ഥലങ്ങളിലൊക്കെ നല്ല ഇതുപോലത്തെ വളഞ്ഞും പൊളഞ്ഞുള്ള റോഡുകളുണ്ട്. പിന്നെ വളരെ ചെറിയ വഴികളുമാണ്, 2 വണ്ടികൾക്ക് മാത്രം ഒരു സമയത്ത് ഒരേ വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന വഴികളുമുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഏകദേശം 5:30-6 മണി ആ സമയമായപ്പോഴാണ് തോന്നുന്നു വീട്ടിലെത്തിയത്.
വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ദോശമാവ് ഉണ്ടായത് കാരണം മമ്മി പറഞ്ഞു എന്നാൽ പിന്നെ ദോശ ചുട്ട് കഴിക്കാം. അങ്ങനെ ദോശയും ചമ്മന്തിയും ഓംലേറ്റും ഒക്കെ അടിച്ച് ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ സ്റ്റോറി. നമ്മൾ എന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.